മഞ്ഞിൽ മറഞ്ഞ യാത്രക്കാരൻ. കഥാരചന ശ്രീ കാശിനാഥൻ. അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. ആകാശം കറുത്ത മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞു. ഇടയ്ക്കിടെ വീശിയടിക്കുന്ന കാറ്റ് മരക്കൊമ്പുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ചു. ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ആരുടെയും ഉള്ളിൽ ഒരു അസ്വസ്ഥത നിറയും. അരുൺ തൻ്റെ കാറിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ജോലി കഴിഞ്ഞ് വൈകിയതിനാൽ റോഡിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഒരു വളവ് തിരിഞ്ഞപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഒരു മനുഷ്യരൂപം തെളിഞ്ഞു. വെള്ള ഷർട്ടും കറുത്ത പാൻറ്റും ധരിച്ച ഒരാൾ റോഡരികിൽ നിന്ന് കൈ കാണിക്കുകയായിരുന്നു. ഇത്ര രാത്രിയിൽ ആളെ കണ്ടപ്പോൾ അരുണൊന്ന് മടിച്ചു. പക്ഷേ തൻ്റെ ഉള്ളിലെ മനുഷ്യസ്നേഹം ജയിച്ചു. അവൻ കാർ നിർത്തി. എങ്ങോട്ടാണ് പോകേണ്ടത്? അരുൺ ചോദിച്ചു. മുന്നിലുള്ള റെയിൽവേ ക്രോസ് വരെ, ആ മനുഷ്യൻ ശാന്തമായി പറഞ്ഞു. അരുൺ വാതിൽ തുറന്നു കൊടുത്തു. അയാൾ കാറിൽ കയറി. കുറച്ചു നേരം ആരുമൊന്നും സംസാരിച്ചില്ല. പിന്നീട് യാത്രക്കാരൻ തന്നെ സംസാരിച്ചു തുടങ്ങി. ഈ വഴി രാത്രി യാത്ര ചെയ്യാൻ ആളുകൾക്ക് പേടിയാണ്. അതെന്താ? അരുൺ ചോദിച്ചു. അയാൾ ചെറുതായി ചിരിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു യുവാവ് ജീവിച്ചിരുന്നു. അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു രാത്രി അവൻ വീട്ടിൽ നിന്നിറങ്ങി ഈ റെയിൽവേ ട്രാക്കിൽ എത്തി. അരുൺ ശ്രദ്ധയോടെ കേട്ടു. അന്ന് കനത്ത മഞ്ഞായിരുന്നു അത്രേ. ആരും അവനെ കണ്ടില്ല. ട്രെയിൻ വരുന്നത് കേട്ടിട്ടും അവൻ അവിടെ തന്നെ നിന്നു അത്രേ. കാറിനുള്ളിൽ പെട്ടെന്ന് തണുപ്പ് കൂടിയതായി അരുണിന് തോന്നി. പിന്നെന്തായി? അവൻ ചോദിച്ചു. അടുത്ത ദിവസം ആളുകൾ ട്രാക്കിനരികിൽ അവൻ്റെ ശരീരം കണ്ടത്രേ. അതിനുശേഷം ചിലർ പറയുന്നു, രാത്രി ഈ വഴിയിലൂടെ പോകുന്നവർക്ക് അവനെ കാണാറുണ്ടെന്ന്. അരുൺ ചിരിക്കാൻ ശ്രമിച്ചു. അതൊക്കെ കെട്ടുകഥകളല്ലേ? യാത്രക്കാരൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ആയിരിക്കാം. കാർ റെയിൽവേ ക്രോസിനടുത്തെത്തി. മഞ്ഞു പെട്ടെന്ന് കട്ടിയായി. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം പോലും ഏതാനും അടി മാത്രം മുന്നോട്ട് എത്തുന്നുണ്ടായിരുന്നു. ഇവിടെയാണ് എനിക്കിറങ്ങേണ്ടത്, യാത്രക്കാരൻ പറഞ്ഞു. അരുൺ കാർ നിർത്തി. അയാൾ ഇറങ്ങി. പക്ഷെ വാതിലടഞ്ഞ ശബ്ദം കേട്ടില്ല. സംശയം തോന്നി അരുൺ പിന്നിലേക്ക് നോക്കി. അവിടെ ആരുമില്ല. റോഡിലുമില്ല, ട്രാക്കിനരികിലുമില്ല. ഒരു നിമിഷം മുൻപ് കാറിലിരുന്ന മനുഷ്യൻ വായുവിൽ അലഞ്ഞു പോയതുപോലെ. അരുണിൻ്റെ നെഞ്ചെടുപ്പ് കൂടി. അപ്പോൾ അവൻ്റെ കണ്ണ് പിൻസീറ്റിലേക്ക് തിരിഞ്ഞു. അവിടെ ഒരു പഴയ ഫോട്ടോ കിടക്കുന്നു. വിറയ്ക്കുന്ന കൈകളോടെ അവനതെടുത്തു. ഫോട്ടോയിലെ മുഖം കണ്ടപ്പോൾ അവൻ്റെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പാഞ്ഞു. അത് കുറച്ചു നേരം മുൻപ് കാറിൽ കയറിയ അതേ മനുഷ്യനായിരുന്നു. ഫോട്ടോയുടെ പിന്നിൽ മങ്ങിയ അക്ഷരങ്ങളിൽ ഇങ്ങനെ എഴുതിയിരുന്നു: 1998 റെയിൽവേ ട്രാക്കിൽ ദുരൂഹമരണത്തിന് ഇരയായ രാജീവ്. അപ്പോൾ പുറത്തുനിന്നും ട്രെയിനിൻ്റെ നീണ്ട വിസിൽ മുഴങ്ങി. മഞ്ഞ് കാറിനെ മുഴുവൻ വിഴുങ്ങി. ആ മഞ്ഞിനുള്ളിൽ ട്രാക്കിനരികിൽ അതാ ആ മനുഷ്യൻ നിൽക്കുന്നത് അരുൺ ഒരു നിമിഷം കണ്ടു. മുഖത്ത് ഒരു വിചിത്രമായ പുഞ്ചിരി. അടുത്ത നിമിഷം അവൻ വീണ്ടും അപ്രതീക്ഷിതനായി. അതിനുശേഷം ആ വഴിയിലൂടെ അരുൺ ഒരിക്കലും രാത്രിയിൽ യാത്ര ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് ചിലർ പറയുന്നു, കനത്ത മഞ്ഞുള്ള രാത്രികളിൽ ആ റെയിൽവേ ക്രോസിനരികിൽ ഒരു മനുഷ്യൻ കൈ കാണിച്ചു നിൽക്കുന്നത് കാണാമെന്ന്. കഥ പൂർണ്ണമാകുന്നു. മഞ്ഞിൽ മറഞ്ഞ യാത്രക്കാരൻ. സ്നേഹപൂർവ്വം.